നമസ്കാരം. ഏതൊരു വ്യക്തി ജീവിതവും കടന്നുപോകുന്ന ഒരു കാലഘട്ടമാണ് ബാല്യം എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളാണ് നമ്മുടെ സമ്പത്ത്. വരുന്ന തലമുറയെ വാർത്തെടുക്കുന്നതിൽ കുഞ്ഞുങ്ങൾക്കുള്ള പ്രാധാന്യം വളരെ വലിയതാണ്. അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കേണ്ടതും വളരെ അത്യാവശ്യപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള പീഡനങ്ങളും അതിക്രമങ്ങളും ഒക്കെ തന്നെ നമ്മുടെ രാഷ്ട്രത്തിന്റെ തകർച്ചയ്ക്കാണ് വഴിവെക്കുന്നത്. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ മാനിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് 2012 നവംബർ 14 നിലവിൽ വരുത്തിയിട്ടുള്ള ഒരു നിയമമാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് എന്നാണ്. അപ്പോൾ ഈ ഒരു നിയമത്തിന്റെ നിയമവശങ്ങളെ കുറിച്ച് വിശദമായി നമ്മളോട് സംസാരിക്കുവാൻ ഒപ്പമുള്ളത് അഡ്വക്കേറ്റ് ജോസഫ് പി ജോൺ സാറാണ്. അദ്ദേഹത്തെ ഈ ഒരു ഡോക്യുമെന്ററിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം സാർ. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെയധികം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം അതിക്രമങ്ങളിൽ നിന്ന് അവരെ പരിരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കുട്ടികളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി നമ്മളുമായിട്ട് വിശദമായിട്ട് സംസാരിക്കുവാൻ വേണ്ടി നമ്മുടെ ഒപ്പം എത്തിയിരിക്കുന്ന ആൾ ജോസഫ് പി മാത്യു സാറാണ്. അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മളോട് പറഞ്ഞു തരും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് പോക്സോ ആക്ട്? പോക്സോ ആക്ട് എന്ന് പറയുന്നത് 2012 ഭാരത ഗവൺമെന്റ് ഇനാക്ട്മെന്റിൽ വരുത്തിയിട്ടുള്ള ഒരു നിയമമാണ്. അത് 2012 നവംബർ 14 നിലവിൽ വന്നു. അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് സമൂഹത്തിൽ എവിടെ നിന്നായാലും 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ അത് അവർക്ക് മാനസികമായും ശാരീരികമായും ഉണ്ടാക്കുന്ന എഫക്ട്സ് കുറയ്ക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു നിയമമാണ്. കുട്ടി എന്ന് പറയുമ്പോൾ പോക്സോ ആക്ടിനകത്ത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ ഭേദമില്ലാതെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നേരെ നടക്കുന്ന ഏത് തരത്തിലുള്ള ലൈംഗിക അതിക്രമവും ഈ കേസിന്റെ പരിധിയിൽ വരുന്നതാണ്. ഇത്തരം ഒരു കുറ്റകൃത്യം ശ്രദ്ധിക്കപ്പെട്ടാൽ ആദ്യം എവിടെ പരാതി നൽകണം? ഇത്തരം ഒരു കുറ്റകൃത്യം ശ്രദ്ധിക്കപ്പെട്ടാൽ പരാതി നൽകാനായിട്ട് നമുക്ക് ബാലാവകാശ കമ്മീഷനുണ്ട്. അതുപോലെ തന്നെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം. അതുപോലെ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി കൊടുക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഓൺലൈനായി പോക്സോ ബോക്സ് എന്ന് പറയുന്ന ഒരു ഇമെയിൽ സംവിധാനമുണ്ട്, അവിടേക്ക് പരാതി കൊടുക്കാം. ഇതും അല്ലെങ്കിൽ 1098 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് പരാതി. നിയമന നടപടികളിൽ കാലതാമസം നേരിടാറുണ്ടോ? നിയമ നടപടികളിൽ നോർമലി പോക്സോ കേസുകൾ വിസ്തരിക്കുന്നതിനായിട്ട് അതിനുവേണ്ടി മാത്രമുള്ള കോടതികളുണ്ട്. മറ്റു കോടതികളുമായി ബന്ധപ്പെട്ടല്ല, മറ്റു കോടതികളിലെ കേസുമായിട്ട് ഇതിനെ കൂട്ടിക്കുഴയ്ക്കാറില്ല. അതിനുവേണ്ടി മാത്രമായിട്ട് കോടതികളെ നിയമിച്ചിട്ടുണ്ട്. അതുകൂടാതെ അന്വേഷണത്തിനും ദ്രുതഗതിയിൽ നടക്കാറുണ്ട്. എന്നാൽ കേസുകൾ കൂടുമ്പോൾ കോടതിയിലായാലും പോലീസുകാരുടെ കയ്യിലായാലും കേസുകളുടെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവിക കാലതാമസം ഇതിന് ഉണ്ടാകാറുണ്ട്. അല്ലാതെ സ്പീഡി ട്രയൽ നടത്താറുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എത്രത്തോളം ഫലപ്രദമായിട്ട് ഈ നിയമം വിനിയോഗിക്കാൻ കഴിയാറുണ്ട്? എത്രത്തോളം ഫലപ്രദമായി ഈ നിയമം ഫലപ്രദമായി തന്നെ വിനിയോഗിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഈ നിയമത്തിന്റെ ഒരു കാഠിന്യം, ഇതിന്റെ ശിക്ഷയുടെ കാഠിന്യം അല്ലെങ്കിൽ ഈ കുറ്റകൃത്യം ഇത്രത്തോളം തീവ്രമാണ് എന്ന് പൊതുജനങ്ങൾക്ക് എത്രത്തോളം ബോധമുണ്ടാകുന്നു, അങ്ങനെ ബോധമുണ്ടായെങ്കിൽ മാത്രമേ ഇതിന്റെ തീവ്രത കുറയത്തുള്ളൂ, ഇതിന്റെ എണ്ണം കുറയത്തുള്ളൂ. കാര്യം ഇപ്പൊ പലരും ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഇത്രത്തോളം പ്രാധാന്യമുള്ള തീവ്രമായ ശിക്ഷകൾ ലഭിക്കുന്ന ഒരു കുറ്റമാണ് ഇത് എന്ന് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അങ്ങനെ ഇതിന്റെ ശിക്ഷയുടെ അല്ലെങ്കിൽ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയറൊക്കെ മനസ്സിലാക്കുന്ന ഒരാൾ ഒരു കാരണവശാലും ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് ഏർപ്പെടാനുള്ള സാധ്യത കുറവാണ്. നോർമലി ഈ കുറ്റകൃത്യത്തിന്റെ ഒരു വ്യാപ്തിയെ പറ്റി അറിയാത്ത ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് കൂടുതലായി കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് കൂടുതലായി സമൂഹത്തിൽ ഈ ഒരു നിയമത്തെ പറ്റി പഠിപ്പിക്കാനും ഇതിന്റെ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി ഇത്രത്തോളം വലുതാണ്, ശിക്ഷ കിട്ടുന്നത് ഭയങ്കര തീവ്രമായ ശിക്ഷയാണ് എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. ഇതിന് നമുക്കറിയാം വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് പോക്സോ കേസുകളിൽ ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അത് ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. ഇത്തരം ഒരു ആക്ട് നിലവിൽ വന്നതിന് ശേഷം കുറ്റകൃത്യങ്ങളിൽ കുറവ് വന്നിട്ടുണ്ടോ?
അത് പറഞ്ഞാല് ഇതിനു മുമ്പ് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചുള്ള കേസുകളായിരുന്നു എടുത്തിരുന്നത്. പോക്സോ കേസുകൾ ആക്ട് നിലവിൽ വന്നതിന് ശേഷമാണ് പോക്സോയിൽ അത് ഉൾപ്പെടുത്തി കേസെടുക്കാൻ തുടങ്ങിയത്. പണ്ടും കുറ്റകൃത്യങ്ങൾ ഇല്ലായിരുന്നു എന്ന് പറയാനൊക്കില്ല. പക്ഷെ ഇങ്ങനൊരു നിയമം ഇല്ലാതിരുന്നത് കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറവായിരുന്നു. ഇപ്പൊ കുറ്റകൃത്യങ്ങൾ ഇല്ലാതെ ആവുന്നില്ല, എന്നിട്ടും കുറ്റകൃത്യങ്ങളുണ്ട്. കുറവാണോ എന്ന് ചോദിച്ചാൽ അത്ര കുറവെന്ന് പറയാനൊക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ. സ്കൂളുകളിൽ നിന്നൊക്കെ നേരിട്ട് പരാതികൾ ലഭിക്കാറുണ്ടോ? തീർച്ചയായിട്ടും സ്കൂളുകളിൽ നിന്നൊന്നല്ല, ഈ ആക്ടിനകത്ത് പരാതി ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പൊ നമ്മള് ഒരിടത്തേക്ക് യാത്ര പോകുന്നു, അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു അറ്റാക്ക്, ഒരു കുട്ടിയുടെ നേരെ ഒരു അറ്റാക്ക് ഉണ്ടാകാൻ സാഹചര്യം ഉണ്ട് എന്ന് കണ്ടാൽ നമുക്ക് വേണമെങ്കിൽ ഏതൊരു തേർഡ് പാർട്ടിക്ക് ഈ പരാതി കൊടുക്കും. പക്ഷെ പ്രധാനമായും ഏറ്റവും കൂടുതലായി കുട്ടികളുമായി അടുത്തിടപെടുന്ന അധ്യാപകരായിരിക്കും ഒരുപക്ഷെ ഇത് അറിയുന്ന അധ്യാപകർക്ക് ഈ പരാതി കൊടുക്കാം, മാതാപിതാക്കൾക്ക് ഈ പരാതി കൊടുക്കാം. ആശുപത്രിയിൽ ചെന്ന് ഒരുപക്ഷെ ഡോക്ടറോട് സംസാരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു അക്രമം നടന്നതായിട്ട് പറയുന്നത്. ആ ഡോക്ടേഴ്സിന് പരാതി കൊടുക്കാം. ഒരു കൗൺസിലിങ്ങിന് ചെല്ലുമ്പോൾ കൗൺസിലേഴ്സിന് ഇതിനെപ്പറ്റി ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ ആ പരാതി ഇൻഫർമേഷൻ കൗൺസിലർക്കും ഈ പരാതി കൊടുക്കേണ്ട സ്ഥാനങ്ങളിലേക്ക് കൊടുക്കാം അല്ലേ? ഓക്കെ. പോക്സോ നിയമത്തെ പറ്റി എന്തെങ്കിലും ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടോ എന്നാണ്? പോക്സോ ബോധവൽക്കരണ ക്ലാസ്സുകൾ പലയിടത്തും എടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് കൂടുതലായി ഇതിനെപ്പറ്റി ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുക്കണം. ഇപ്പൊ നമ്മളൊരു ചെറിയ ഓഫൻസ്, ഇപ്പൊ ഹെൽമെറ്റ് വെക്കാതെ പോയി അതിന് 250 രൂപ ഫൈനാണ് എന്നുള്ളത് കൊണ്ടാണ് ഹെൽമെറ്റ് ആളുകൾ വെച്ചിട്ട് പോകുന്നത്. അല്ലാതെ അപകടത്തിൽ പരിക്കേൽക്കരുത് എന്നുള്ള വലിയ ആഗ്രഹത്തിലൊന്നുമല്ല. അങ്ങനെ ഈ ഫൈൻ ഇല്ല എന്ന് പറഞ്ഞാൽ നാളെ തൊട്ട് ഇപ്പൊ ഒരു 90% ഹെൽമെറ്റ് ഉപയോഗിക്കുന്നവർ നാളെ തൊട്ട് 60%, 50% കുറയും എന്ന് പറയുന്നത് പോലെ ഈ പോക്സോ കേസുകളുടെ തീവ്രത, അതായത് അതിന്റെ ക്ലാസ്സുകൾ, അതിന്റെ ഏജിന്റെ ഡിഫറൻസ്, അതിന്റെ ശിക്ഷയുടെ കാഠിന്യം, ഇതൊക്കെ മനസ്സിലാക്കത്തക്ക രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുന്നു. ഇപ്പൊ കേരള ഗവൺമെന്റ് 2024-25 വർഷം എല്ലാ സ്കൂൾ വിദ്യാഭ്യാസ പദ്ധതിയിൽ പോക്സോ കേസിന് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു നല്ല കാര്യമാണ് ഇതിന്റെ ബോധവൽക്കരണത്തിൽ. അടുത്തത്, ശിക്ഷ നടപ്പാക്കുന്നതിൽ കാലതാമസം വരാറുണ്ട്. നോർമലി ഞാനത് എന്റെ ഒരു ഉത്തരം പറഞ്ഞു. അത് എന്ന് പറഞ്ഞാല് ഈ ഒരു ജില്ലയിൽ കോടതികൾ പ്രത്യേകമായി രൂപീകരിച്ചിട്ടുണ്ട്. അതിനൊരു ജില്ലാ ജഡ്ജിയാണ് ആ കേസുകൾ നോക്കുന്നത്. അതിന് പ്രത്യേക പ്രൊസീജിയർ ഉണ്ട്. 1 വർഷത്തിനകം കേസ് തീർക്കണം, വിചാരണ തീർക്കണം എന്നാണ് നിയമത്തിൽ പറയുന്നത്. ഇതൊക്കെയാണെങ്കിലും കേസുകളുടെ ആധിക്യം ഒരു കോടതിക്ക് കൈകാര്യം ചെയ്യുന്നതിൽ പറ്റുന്നതിലധികമായ അവധി ദിവസങ്ങളും സമരവും ഹർത്താലും ബന്ധുവും ഒക്കെ കഴിഞ്ഞ് പേഴ്സണലി ജഡ്ജസ് എടുക്കുന്ന അവധിയും ഒക്കെ കഴിഞ്ഞ് വക്കീലന്മാരുടെ അസൗകര്യം കൊണ്ട് കേസ് മാറ്റുന്നതും ഒക്കെ പിന്നെ കേസിന്റെ എണ്ണവും എല്ലാം കൂടെ വരുന്നുണ്ടെങ്കിൽ നോർമലി ചില കേസുകളിൽ കാലതാമസമൊക്കെ ഉണ്ടാകാൻ സാധ്യത. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷണത്തിൽ വരുത്തുന്ന കാലതാമസമൊക്കെ ഇതിനകത്ത് ബാധിക്കും. ഇനി മാധ്യമങ്ങളുടെ സമീപനത്തെ കുറിച്ച്, അതായത് നമുക്കറിയാം ഇത്തരം കേസുകളിൽ മാധ്യമം കൈകടത്തുന്നു, അല്ലെങ്കിൽ ഒത്തിരി കേസുകൾ പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പം അത്തരത്തിലെ മാധ്യമങ്ങളുടെ പങ്കിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. മാധ്യമങ്ങളുടെ പങ്കിനെ പറ്റി 2 തരത്തിൽ പറയാം. മാധ്യമങ്ങൾ ഇതിനെ ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതിനെ ഭയങ്കരമായി ബൂസ്റ്റ് ചെയ്ത് വാർത്തകൾ സൃഷ്ടിക്കും. അങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കുന്നത് സമൂഹത്തിൽ എപ്പോഴും ഇതൊക്കെ അത്ര പോസിറ്റീവ് വാർത്തകളല്ല, നെഗറ്റീവ് വാർത്തകളും കൂടാണ്. അപ്പൊ അത് ഒരു കണക്കിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ സാധാരണക്കാരായ ജനങ്ങള് ഈ തെറ്റിനെ പറ്റി മനസ്സിലാക്കുന്നത് ഈ വാർത്താ മാധ്യമങ്ങളിലൂടെയാണ്. ഇങ്ങനെ ഒരു തെറ്റുണ്ട്, ഇതിന് ഇത്ര വരെ ശിക്ഷ ലഭിക്കാം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. കാര്യം ഇപ്പൊ ഒരു കെമിസ്ട്രി എടുത്ത് PG ചെയ്യുന്ന ഒരാൾ നിയമം പഠിക്കുന്നില്ല. അപ്പൊ ആ നിയമ ബോധവൽക്കരണം വരുന്നത് മാധ്യമങ്ങൾ ഇങ്ങനെ ഇത് തെറ്റാണ് എന്ന് പറയുന്നതിലൂടെ. അപ്പൊ അതുകൊണ്ട് മാധ്യമങ്ങൾ ഇതിനകത്ത് ഇടപെടുന്നത് തെറ്റില്ല. പക്ഷെ അതിന്റെ ആ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ടോ അതിന് മാത്രം, അല്ലാതെ അവരെ ഊതിപ്പെരുപ്പിച്ച വാർത്ത ഉണ്ടാക്കാതിരുന്നാൽ. അപ്പോ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത തലമുറയെ വാർത്തെടുക്കുന്ന അധ്യാപക വിദ്യാർത്ഥികളായിട്ടുള്ള ഞങ്ങൾക്ക് എന്തുപദേശമാണ് ഇതുമായിട്ട് സംബന്ധിച്ച് തരാനുള്ളത്? അതിനകത്ത് ഏറ്റവും പ്രധാനം അധ്യാപക വിദ്യാർത്ഥികളായ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അധ്യാപന വൃത്തിയിൽ നിങ്ങളിതൊരു വളരെ നോബിൾ പ്രൊഫഷനാണ് അധ്യാപനം എന്ന് പറയുന്നത്. വീട്ടിൽ കുട്ടികൾ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നിങ്ങളുടെ കൈകളിലാണ് കുട്ടികൾ. അപ്പോൾ നിങ്ങൾ അതിനകത്ത് വളരെ ശ്രദ്ധയോടുകൂടി ഇടപെടുകയും ഓരോ കുട്ടിയോടും വളരെ പേഴ്സണലായി ഇന്റിമസിയോടുകൂടി ഇടപെടുകയും ചെയ്താൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത് ഒക്കെ വിധേയരായവരെ അതിന് സഹായിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സുകളിൽ ഇപ്പം പണ്ടത്തെ പോലെ അതിനൊരു നാണമോ ഷൈയുടെയൊന്നും കാര്യമൊന്നുമില്ല. ഇതൊരു ഇന്ത്യയിൽ പാസ്സാക്കപ്പെട്ട നിയമമാണ്. അപ്പൊ നിങ്ങളുടെ കുട്ടികളെ ബോധവൽക്കരിക്കാൻ, ഞാൻ പറഞ്ഞല്ലോ കേരള ഗവൺമെന്റ് ഈ അധ്യയന വർഷം മുതൽ ഇത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെ,
നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെയധികം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, പീഡനങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെതിരെ നമുക്ക് ഒന്നിച്ചു പോരാടാൻ കഴിയണം. എങ്ങനെയാണ്? നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയിട്ടുള്ള പോക്സോ ആക്ടിലൂടെ അതിന്റെ നിയമവശങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. മാക്സിമം അവർക്ക് എത്ര ശിക്ഷാവിധി നേടിക്കൊടുക്കാമോ അത്രത്തോളം നമ്മൾ പോരാടണം. ഒരു പൗരൻ എന്ന നിലയിൽ കുട്ടികളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും നമ്മുടെ ഉള്ളിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ, ലൈംഗിക പീഡനങ്ങൾക്കെതിരെ ഒരുമിച്ച് മുന്നേറാം, പോരാടാം. നന്ദി.